വഹിച്ചു നീ എന്നുടെ വേദന നിൻ മരണയാഗത്താൽ എൻ മരണം മാറ്റി നീ നിൻ മരണയാഗത്താൽ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ മറുപടി ഉണ്ട് എന്നുള്ളതാണ്. 73-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ ഭക്തനായ ആസാഫ് ഇങ്ങനെ പറയുന്നു, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയ ആസാഫ് ദൈവഭക്തനാണ്, ആലയത്തിലെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനാണ്. ഏതാണ്ട് 12 സങ്കീർത്തനങ്ങളോളം ആത്മാവിൽ രചിച്ചിട്ടുണ്ട്. ശലോമോന്റെ ആലയ പ്രതിഷ്ഠയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന കണ്ട ഭക്തനാണ്. പക്ഷെങ്കിൽ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് തന്റെ കാലുകൾ ഇടറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭക്തിയോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത അനുഭവങ്ങൾ മറ്റു പലരുമായി നാം തുലനം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവത്തെ സേവിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഭക്തന്റെ കാലുകൾ ഇടറിയെങ്കിൽ, ആസാഫിന്റെ കാലുകൾ ഇടറിയെങ്കിൽ നമ്മുടെ കാലുകളും ഇടറുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം ഇടറുന്ന വേളയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ നാം ദൈവത്തോട് പറയുമെങ്കിൽ പരിഹാരം ദൈവത്തിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ്. ആസാഫിന് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങളുടെ എല്ലാം മറുപടി ഒടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനേക ചോദ്യങ്ങൾ കണ്ടേക്കാം, ഭാരങ്ങൾ കണ്ടേക്കാം, വേദനകൾ കണ്ടേക്കാം. എന്നാൽ എല്ലാത്തിനും പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. 42-ാം സങ്കീർത്തനം അതിന്റെ 2-4 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ജീവിതത്തിന്റെ മേഖലകളിൽ ആത്മാവിൽ വിഷാദം തട്ടിയ കോരകപുത്രന്മാരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശകളും പ്രയാസങ്ങളും ആത്മാവിന്റെ വേദനകളും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ഒടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ വെമ്പൽ കൊള്ളുന്നു. അവർ പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും എന്ന്. അതെ, ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ നിരാശകളും മാറുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് എല്ലാ പ്രയാസങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആത്മാവിൽ വിഷാദം തട്ടിയ കോരപുത്രന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങൾക്കും മറുപടി ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ലഭിച്ച ഉത്തരം എന്താണെന്നറിയാമോ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹൃദയങ്ങൾ തകരുമ്പോൾ,
ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എൻ്റെ ആത്മാവെ നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ ശബ്ദം കേൾക്കുന്ന നീറുന്ന ആത്മാക്കളോട്, ഭാരപ്പെടുന്ന ആത്മാക്കളോട്, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ആത്മാക്കളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, മകളെ, മകനെ, നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. വഴികളെ തുറക്കുവാൻ, നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുവാൻ, നിനക്ക് പുതുജീവൻ തരുവാൻ, പുതിയ ശക്തി പകരുവാൻ ദൈവത്തിന് കഴിയും എന്ന് മനസ്സിലാക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതേ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക. അതെ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച ആ രക്തസ്രാവമുള്ള സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 12 വർഷക്കാലം മാരകമായ, അല്ലെങ്കിൽ വളരെയധികം തിരസ്കരിക്കപ്പെടുന്ന, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന, അവരുടെ ജീവനെ കവർന്നുകൊണ്ടിരിക്കുന്ന ആ ഭയങ്കരമായ ആ രോഗം, വൈദ്യന്മാരെ അവൾ ആശ്രയിച്ചു. അവളുടെ സമ്പത്തുകളെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. പക്ഷെങ്കിൽ അവളുടെ രോഗശമനമോ അവക്കൊരു പരിഹാരമോ ലഭിച്ചില്ല. ഓരോ ദിവസവും അവൾ മരണത്തിന്റെ കുഴിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന്റെ കെണികൾ അവളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, ഒടുവിൽ അവൾ കർത്താവിന്റെ അടുക്കൽ ചെന്നു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടിരുന്നു. സ്നേഹമുള്ള യേശു, കരുതുന്ന യേശു, അനാഥരെയും വിധവരെയും തള്ളാത്ത യേശു, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന യേശു, വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്ന യേശു, തള്ളപ്പെട്ട കുഷ്ഠരോഗിയെ തൊടുന്ന യേശു, അവന് സൗഖ്യമാക്കുന്ന യേശു. ആ യേശുവിന്റെ അടുക്കലേക്ക് അവൾ ഒടുവിൽ ചെല്ലുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൾ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. യേശുവിനെ തൊടുവാൻ ആഗ്രഹിച്ചെങ്കിലും പുരുഷാര നിമിത്തം യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ അവൾ തൊട്ടു. ഒടുവിൽ അവൾ ആ വസ്ത്രത്തെ തൊട്ടു, വിശ്വാസത്തോടെ തൊട്ടു. ആത്മാർത്ഥമായി അവൾ അതിനെ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. യേശുവിന്റെ വസ്ത്രത്തിൽ നിന്നും, യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഒടുവിൽ അവൾ സൗഖ്യം പ്രാപിച്ചു. തൽക്ഷണം തന്നെ അവൾ സൗഖ്യം അവളുടെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, എത്ര പഴക്കമുള്ള വിഷയമായാലും, എത്ര പഴക്കമുള്ള രോഗമായാലും, ഏതെല്ലാം വിഷയമായാലും, യേശുവിന്റെ അടുക്കലേക്ക് നീ ചെന്നാൽ വിടുതലാണ്. യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക. അവളുടെ ജീവിതത്തിൽ അവൾ ഒടുവിൽ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഈ വചനം നിങ്ങളെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിക്കട്ടെ. ഈ വചനം യേശുവിനെ തൊടുവാൻ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. അതെ, ആസാഫിന്റെ കാലുകൾ ഇടറിയ സ്ഥാനത്ത് അവൻ ഒടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അവൻ ബലപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവൻ പറയുന്നു, നീ എന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ വഴുതി പോകാൻ നിന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാ നീ എന്നെ വഴി നടത്തും. പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. എത്ര പ്രത്യാശയുടെ വചനമാണ് താൻ പറയുന്നത്. നിരാശകൾ മാറി പ്രത്യാശ, സങ്കടങ്ങൾ മാറി ആനന്ദം, ദുഃഖം മാറി സന്തോഷം. അതേ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നിനക്ക് സന്തോഷവും സമാധാനവും വരുത്തി തരുവാൻ കഴിവുള്ള യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലൂ. നമുക്ക് അവന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവിടെ പ്രതിസന്ധികളിൽ കാലുകൾ ഇടറുമ്പോൾ, അവർ രോഗികളായി മാറുമ്പോൾ അങ്ങയിൽ ശരണപ്പെടുവാൻ കൃപ കൊടുക്കണമേ. അവിടുത്തെ ശക്തി രക്തസ്രാവമുള്ള സ്ത്രീയുടെ മേൽ വ്യാപരിച്ചതുപോലെ നിന്റെ ജനത്തിന് മേൽ വ്യാപരിക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ യേശുവേ, യേശുവേ, എൻ പ്രാണനാഥ, എന്നെ സ്നേഹിക്കുന്നവനേ,
പിന്നാഴമോ ആക്രൂശതിൽ ഞാൻ കാണുന്നു തേജസ്സിന്റെ പൊന്മുഖം ആ സ്നേഹത്തെ ഞാൻ കാണുന്നു നാഥന്റെ കൺകളിൽ നാഥന്റെ കൺകളിൽ എന്നേശുവിന്റെ കൺകളിൽ